ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു മൂവിയുടെ റിവ്യൂ ആണ് എത്തിയിരിക്കുന്നത്. തിരിച്ചിത്രമ്പലം എന്നൊരു മൂവിയാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ധനുഷ് നായകനാകുന്ന മൂവിയാണിത്. അപ്പോൾ ഈ മൂവി എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അടിപൊളി എന്നൊരു ഫീല് പടമാണ്. കാരണം ഈ മൂവി ട്രെയിലർ ഇറങ്ങിയപ്പോൾ പോലും ഞാൻ നല്ല ഹൈപ്പോട് തന്നെ മൂവി കണ്ടത്. കാരണം നമ്മുടെ VIP മൂവി കണക്കാണ് എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ വേണ്ടി പോയിട്ടാണ് ഈ മൂവി കാണാൻ പോകുന്നത്. അപ്പോൾ തിയേറ്റർ റെസ്പോൺസിൽ പോയപ്പോഴും എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് മൂവിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഇതിൽ മൂവി കാണാൻ പോയത് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പ്രതീക്ഷയെ കാട്ടി കൂടുതലാണ് മൂവ് തന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് നല്ലൊരു മൂവിയാണത്. ഈ മൂവിയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത് ധനുഷ്, ഭാരതിരാജ, പ്രകാശ് രാജ്, നിത്യ മേനൻ, പ്രിയ ഭവാനി ശങ്കർ, രാശി ഖന്ന എന്നിവരൊക്കെയാണ്. ഈ മൂവി കഥ പറയുന്നത് തിരുച്ചിത്രമ്പലം എന്ന ഒരു ഡെലിവറി ബോയുടെ ജീവിതമാണ്. അവൻ്റെ ഫാമിലി, അച്ഛൻ, അപ്പൂപ്പൻ, ഫ്രണ്ട്സ്, പിന്നെ ലവ്, ഇതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ അവൻ്റെ വിഷമങ്ങൾ, ഇതൊക്കെയാണ് മൂവി മെയിനായിട്ട് കഥ പറഞ്ഞിങ്ങനെ പോകുന്നത്. മൂവി എടുത്ത് പറയേണ്ടത് ധനുഷും നിത്യമേനനും. ഞാൻ ടീച്ചർ റെസ്പോൺസ് കണ്ടപ്പോഴും എല്ലാവരും നിത്യമേനനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അതെല്ലാവരും നിത്യമേനനെ കുറിച്ച് പറയുന്നു. അപ്പം മൂവി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ച് കയറിയത്. സത്യം പറഞ്ഞാൽ ചില സീനിലൊക്കെ വരുമ്പം ധനുഷ് നിത്യമേനൻ്റെ സീൻസൊക്കെ വരുമ്പം നിത്യമേനാണ് ധനുഷിനെ കാട്ടി സ്കോർ ചെയ്യുന്നതിനകത്തൊന്നും അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടാണ് നിത്യമേനത്തിൻ്റെ റോൾ ചെയ്തത്. പിന്നെ മൂവിയിൽ എടുത്തു പറയുന്നത് നിത്യമേനോൻ ധനുഷ് കോംബോയാണ്. ഈ കോംബോയാണ് മൂവിനെ ഒരു ഫേവറേറ്റ്, ഒരു നല്ലൊരു മൂവി ആക്കുന്നത്. മൂവി ആദ്യം തൊട്ട് അവസാനം വരെ ഒരു കോംബോ നിലനിർത്തിയാണ് മൂവി കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ മൂവി കാണാൻ നല്ല രസമാണ്. മൂവി കോമഡി, റൊമാൻസ്, പിന്നെ ഇമോഷണൽസിനൊക്കെ ഒരു ബാലൻസ് ചെയ്ത് നമുക്ക് കണക്റ്റ് ആകുന്ന രീതിയിൽ നല്ല രീതിയിലാണ് ഇതിനെ ഇവോൾവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോറടിക്കാതെ നല്ല ഫീൽ ചെയ്ത് ഓരോ ഇമോഷൻസ് നമ്മൾ ഫീൽ ചെയ്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. കോമഡിക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഭാരതിരാജ ഒക്കെ നല്ല രീതിയിലാണ് തൻ്റെ റോൾ, പ്രകാശ് രാജൊക്കെ നല്ല രീതിയിൽ തന്നെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ മൂവിയിൽ എടുത്ത് പറയേണ്ടതെന്ന് പറയുമ്പോൾ മേഘം കറുക്കുക എന്നൊരു സോങ് ഉണ്ട്. സോങ്ങിന് ലിറിക്കൽ വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ പാട്ടിന് ഈ മൂവിയിൽ നല്ല രീതിയിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പാട്ട് മൂവിയിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീലാണ്. കാരണം ആ പാട്ടിൻ്റെ വിഷ്വൽസ് ആയാലും ഡാൻസൊക്കെ നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാരണം ആ പാട്ട് ഞാൻ ഇതിൽ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് അത് പാട്ടിനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൻ്റെ ഒരു വീഡിയോ, അതിൻ്റെ ഒരു ഇത് ഞാൻ ടീച്ചറെ കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയത്. കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവാണ് മൂവിയിൽ. പിന്നെ പാട്ടെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് സമയം പോകണത് അറിയത്തേയില്ല. അത്രയും നല്ലൊരു മൂവിയാണ്. അപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നിങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. താങ്ക് യു.